കുറച്ച് പേർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്. സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പം ഏതോ കോടികൾ അക്കൗണ്ടിൽ വന്ന് അത് ഞാനും എൻ്റെ വീട്ടുകാരും എടുത്ത് അടിച്ചു മാറ്റി തീർത്തു എന്നൊക്കെ. ഒരിക്കലുമല്ല, ഒരു കോടികളും വന്നിട്ടില്ല. കറക്റ്റ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് എന്തെങ്കിലും അധികാരിപ്പെട്ടോ ഇതിപ്പം എന്താ പറയുക, സംശയമുള്ളവർക്ക് വേണമെങ്കിൽ വന്ന് ബാങ്കിൽ വന്ന് തിരക്കാം. എത്ര രൂപയാണ് വന്നെന്നും കാര്യങ്ങളൊക്കെ ബാങ്കിലുണ്ടല്ലോ. അത് വന്നത് 75,000 രൂപ കറക്റ്റ് വന്നു. അതിന് 69 രൂപയാണെന്ന് തോന്നുന്നു. അതിന് നമ്മളൊരു ബൈക്ക് മേടിച്ചായിരുന്നു, ഒരു മഞ്ഞ കളറിലെ ഒരു ബൈക്ക്. ഞങ്ങളെല്ലാവരും കൂടി ചെന്നാണ് കിച്ചന് മേടിച്ച് കൊടുത്തത്. കിച്ചന് പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലാതെ കോടികൾ വന്നിട്ടോ ഇല്ല, ഞങ്ങളാരും എടുത്ത് മുക്കിയിട്ടുമില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെന്താണ്, എന്താ പറയേണ്ടത്, ഇതൊക്കെ വന്ന് ബോധിപ്പിക്കണമെന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പം. ചിലവർക്ക് തെറ്റിദ്ധാരണ കാണും. ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയി നടക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണല്ലോ രേണുസുതി. ഇപ്പോൾ കുറച്ചു നാളായി ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ മെയിൻ കണ്ടന്റ് രേണുസുതി തന്നെയാണ്. എന്തൊരു അവസ്ഥയാണെന്ന് നോക്കിക്കേ. സത്യം പറഞ്ഞാൽ ഇവരെ കാണുമ്പോൾ സഹതാപമാണ് തോന്നുന്നത്. എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അതിന് പിന്നാലെ കുറേ ആളുകൾ വരും. രേണുസുതിയുടെ പഴയ കാര്യങ്ങളെല്ലാം കുത്തിപ്പൊക്കിയിട്ടാണ് ഇപ്പോൾ പല ആളുകളും വരുന്നത്. എനിക്ക് ഈ വിഷയത്തിൽ ആകെ ഒരു കാര്യം മാത്രമാണ് പറയുവാനുള്ളത്. നമുക്ക് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എല്ലാം രേണുസുതിയുടെ വീഡിയോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കുവാനുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ടല്ലോ. നമുക്ക് താല്പര്യമില്ലാത്ത കണ്ടന്റുകൾ നമ്മൾ കാണാൻ നിന്നിട്ടല്ലേ ഇതുപോലെയെല്ലാം റിയാക്ട് ചെയ്യേണ്ടി വരുന്നത്. ഇനി ഓക്കെ, നമുക്ക് അവരുടെ ഭാഗത്ത് തെറ്റുകളുണ്ടെങ്കിൽ അതിന് അഭിപ്രായം പറയുവാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവുമുണ്ട്. എന്നാൽ ഒരു വീഡിയോക്ക് ഒരു 100 റിയാക്ഷൻ വീഡിയോസ് തിരിച്ചു ചെയ്യുന്നത് എത്രമാത്രം മോശം പ്രവൃത്തിയാണ്. നിങ്ങളുടെ ഓരോ വീഡിയോയിലൂടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് രേണുസുതിയെ തന്നെയല്ലേ. നിങ്ങളോട് പറയാമല്ലോ, ഈവൻ ഞാൻ പോലും രേണുസുതിയുടെ പല കണ്ടന്റുകൾ കാണുന്നത് രേണുസുതിയുടെ അക്കൗണ്ടിൽ നിന്നല്ല, പകരം ഇതുപോലെ റിയാക്ഷൻ ചാനലിലൂടെ വരുന്ന ഓരോ വീഡിയോസിലൂടെയാണ് ഞാൻ രേണുസുതിയുടെ വീഡിയോസ് കാണാറുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം രേണുസുതിയുടെ അക്കൗണ്ടിൽ പോയി ഞാൻ നോക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതുപോലെ തന്നെയായിരിക്കുമല്ലോ എല്ലാവരും ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത് രേണുസുതിക്കല്ലേ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഓരോരുത്തർക്ക് അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തിരിച്ച് നമ്മുടെ അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. എന്ന് കരുതി ഒരാളെ ഇങ്ങനെ പിന്തുടർന്ന് പുള്ളിക്കാരി ചെയ്യുന്ന ഓരോന്നെടുത്ത് വൈറലാക്കുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല. അനാവശ്യ റീച്ചും പബ്ലിസിറ്റിയും എല്ലാം നൽകുന്നത് രേണുസുതിക്ക് സത്യം പറഞ്ഞാൽ മറ്റുള്ള യൂട്യൂബേഴ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.